ഹലോ! അപ്പോൾ ഇന്ന് നമ്മൾ പെസഹ അപ്പം അല്ലെങ്കിൽ കൽത്തപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നേക്കണേ. എൻ്റെ വീട്ടിലൊക്കെ ഇതുപോലെയാണ് എപ്പോഴും പെസഹ വ്യാഴാഴ്ച ഉണ്ടാക്കുക. ചിലരുടെ വീട്ടിൽ ഇണ്ടേറിയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉഴുന്നുമാവ് 1 കപ്പും സോന മസൂരി അരി പച്ചരി 2 കപ്പ് എടുത്തിട്ടുണ്ട്. തലേന്ന് തന്നെ അത് വെള്ളത്തിൽ നല്ലപോലെ കുതിർത്താൻ വെച്ചു. പിന്നെ ഒരു 250 ഗ്രാം ചെറുള്ളിയും പിന്നെ ഒരു അരമുറി തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ചെറുള്ളി നല്ല കുനുകുനാന്ന് നുറുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് എളുപ്പത്തിന് ഞാൻ ഈ സാധനത്തിലിട്ട് കറക്കിയതാട്ടാ. ഇനി നമുക്ക് വേണ്ടത് തേങ്ങ നല്ലപോലെ ബ്രൗൺ ആവുന്നത് വരെ നല്ല അടിപൊളിയായിട്ട് ഇതുപോലെ ഒന്ന് മൊരിയിച്ചെടുക്കണം. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു അരോമയും നല്ലൊരു ടേസ്റ്റും കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മളൊരിക്കലും ഈ കൽത്തപ്പത്തിന് വേണ്ടിയിട്ടുള്ള മാവ് തലേന്ന് തന്നെ അരച്ച് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കരുത്. കാരണം പുളിപ്പില്ലാത്ത അപ്പം എന്നാണ് അതിന് പറയുക. അപ്പോൾ ഉണ്ടാക്കുന്നതിനൊരു 10 മിനിറ്റ് മുമ്പ് മാത്രം നമ്മൾ അരച്ചാൽ മതി. നമ്മൾ ഈ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ അരയ്ക്കൂലേ? അതുപോലെ തന്നെ അരച്ചെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ വെള്ളം ചേർത്ത് അരച്ച് അതിലേക്ക് ആദ്യം വറുത്ത് വെച്ച തേങ്ങ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ചെറുള്ളിയും കൂടി ഇതുപോലെ നല്ലപോലെ ബ്രൗൺ ആവണ വരെ വഴറ്റിയിട്ട് ചെറുള്ളിയും കൂടി ആഡ് ചെയ്യുക. ചിലർ പച്ച ചെറുള്ളി അങ്ങനെ തന്നെ ആഡ് ചെയ്യും. പക്ഷേ ഞങ്ങൾക്ക് കൂടുതലിഷ്ടം ഇതുപോലെ വഴറ്റിയ ചെറുള്ളി ഇടാനാണ്. വെളുത്തുള്ളി ഞങ്ങൾ ഇടാറില്ല. മഞ്ഞപ്പൊടിയും ഞങ്ങൾ ഇടാറില്ല. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇപ്പം തന്നെ വീട് മൊത്തം മണം കിട്ടുക. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ചുട്ടെടുക്കണം. അപ്പോൾ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഇതുപോലെ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഒഴിച്ചിട്ട് ഒരു കയ്യിലോ അല്ലെങ്കിൽ 2 കയ്യിൽ മാവ് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി വിടാം. ദോശയുടെ പോലെ ഒരുപാട് തിന്നാവാൻ പാടില്ല, ഒരുപാട് കട്ടിയും പാടില്ല. ഏതാണ്ട് ഈ ഒരു പരുവത്തിന് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കുക. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വയ്ക്കുക. ഇച്ചിരി എണ്ണ തൂളി കൊടുക്കാം. അറ്റമൊക്കെ ഒന്ന് ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയണേ. ഇനി അത് കൂട്ടി കഴിക്കാനുള്ള പാലിന് വേണ്ടി ഞാൻ ഒരു മുറി തേങ്ങയിൽ നിന്ന് 1/4 പാലും 2/4 പാലും 3/4 പാലും പിഴിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് സ്റ്റൗ ഓൺ ആക്കാണ്ട് അതിലേക്ക് ഒരു 3 സ്പൂൺ നല്ല വറുത്ത അരിപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് 3/4 പാലും ഒഴിച്ചിട്ട് ഇച്ചിരി ഉപ്പ് ജസ്റ്റ് ഒരു തരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങ് തിളപ്പിച്ചെടുക്കുക. ചെറുതായിട്ടൊന്ന് കുറുതായി വരുമ്പോൾ അതിലേക്ക് 2/4 പാലും ലാസ്റ്റ് 1/4 പാലും കൂടി ഒഴിച്ച് നല്ലപോലെ കുറുക്കിയെടുക്കുക. ആ ഒരു സമയമാകുമ്പോഴത്തേനും ഞാൻ അതിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ട പഞ്ചസാര ഇടും. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് മധുരം കൂടുതലാണെങ്കിൽ കുറവാണെങ്കിൽ എത്രയാണെന്ന് വെച്ചാൽ കാരണം നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ അതിന് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് മധുരം ഇട്ടിട്ട് ഇതുപോലെ ഇങ്ങനെ എടുക്കുക. കൺസിസ്റ്റൻസി കുറച്ചുകൂടി നേരം ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കട്ടിയാവും. എന്നിട്ട് നമ്മളൊരു കുരുത്തോലയൊക്കെ വെച്ചിട്ടാണ് വീട്ടിലെ കാർന്നോരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അപ്പം നമുക്കിങ്ങനെ പങ്കുവെച്ച് കൊടുക്കുക. കാരണം ഈശോൻ്റെ ലാസ്റ്റ് സപ്പറാണല്ലോ. അപ്പോൾ ഇവിടെ കാർന്നോരെന്ന് പറയാനായിട്ട് നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിങ്ങനെ കുരിശൊക്കെ വരച്ച് പ്രാർത്ഥിച്ച് കൊടുക്കും. അപ്പോൾ ഈ ഒരു റെസിപ്പി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കിയതിലും നിങ്ങൾക്കിത് നല്ലതായിട്ട് ഇഷ്ടമാവും കേട്ടോ.